തൃശൂർ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണുവിന് നീതി തേടിയുള്ള പീപ്പിൾ ടി.വി ഹാഷ്ടാഗ് ക്യാമ്പയിൻ പൊതുസമൂഹം ഏറ്റെടുത്തു. ജിഷ്ണുവിന്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധം. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലാണ് വൻ വിദ്യാർത്ഥി പ്രതിഷേധം ഇരമ്പിയത്. SFI, AISF, KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിൽ 1000-നടുത്ത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പോലീസ് വലയം ഭേദിച്ച് ഉള്ളിൽ കയറിയ വിദ്യാർത്ഥികൾ ഇടിമുറിയെന്ന് ആരോപിക്കുന്ന PRO ഓഫീസ് അടിച്ചു തകർത്തു. ജിഷ്ണുവിന് നീതി തേടി പീപ്പിൾ ടി.വി ആരംഭിച്ച ക്യാമ്പയിന് പിന്നാലെയാണ് മാനേജ്മെന്റ് പീഡനത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. വരും ദിവസങ്ങളിൽ സമരം നെഹ്റു ഗ്രൂപ്പിന്റെ മറ്റു കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ പറഞ്ഞു. ഒരു ജിഷ്ണു ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സമരത്തിന് SFI തുടക്കം കുറിക്കുകയാണ്. അരാഷ്ട്രീയ ക്യാമ്പസുകളെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാൻ, രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളിലാണ് ഗുണ്ടകളെ ഉപയോഗിച്ച് മാനേജ്മെന്റുകൾ ഭരണം നടത്തുന്നത്, അനധികൃതമായ ഫീസ് വാങ്ങിക്കുന്നത്, ഇടിമുറികൾ ഉണ്ടാക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു സമരം ശക്തമായി SFI ഏറ്റെടുക്കും. കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കുക തന്നെയാണ് SFI ചെയ്യുന്നത്. സമരത്തിനിടെ പോലീസ് ജീപ്പ് തകർത്ത KSU പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. നാളെ KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത കോളേജിന് വൻ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആത്മഹത്യ ചെയ്ത എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ മരണത്തിലെ ദുരൂഹത വർദ്ധിക്കുകയാണ്. ജിഷ്ണുവിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉള്ളതായും കോളേജിലെ ഇടിമുറിയിൽ ജിഷ്ണുവിനെ കയറ്റിയതായും തെളിയുന്നു. ജിഷ്ണുവിനെ ആശുപത്രിയിലെത്തിക്കാൻ കോളേജ് അധികൃതർ വാഹനം നൽകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സംഭവം നടന്ന അരമണിക്കൂർ ശേഷം സീനിയർ വിദ്യാർത്ഥിയുടെ വാഹനത്തിലാണ് ജിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹതകളാണ് ഉയരുന്നത്. ജിഷ്ണുവിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകളുണ്ട്. ജിഷ്ണുവിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്തെ ദൃശ്യം പീപ്പിൾ പുറത്തുവിട്ടു. ദൃശ്യത്തിൽ മുഖത്തെ മുറിവ് വ്യക്തമായി കാണാം. സംഭവ ദിവസം വൈകിട്ട് ജിഷ്ണുവിനെ ഇടിമുറിയിൽ കയറ്റി മർദ്ദിച്ചെന്ന സഹപാഠികളുടെ മൊഴി ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിഷ്ണുവിനെ ആശുപത്രിയിലെത്തിക്കുന്നതിൽ കോളേജ് മാനേജ്മെന്റ് മനഃപൂർവ്വം വീഴ്ച വരുത്തിയതായും തെളിഞ്ഞു. സംഭവം നടന്ന അരമണിക്കൂറിന് ശേഷമാണ് ജിഷ്ണുവിനെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തിക്കാൻ വാഹനം അനുവദിക്കണമെന്ന സഹപാഠികളുടെ ആവശ്യം കോളേജ് മാനേജ്മെന്റ് നിരാകരിച്ചു. ഒടുവിൽ സീനിയർ വിദ്യാർത്ഥിയുടെ വാഹനത്തിലാണ് ജിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കൂടെ ഹോസ്റ്റൽ വാർഡനും വാഹനത്തിൽ കയറിയിരുന്നു. കോളേജിന് സമീപത്തെ ആശുപത്രികളിലൊന്നും പോകാതെ ജിഷ്ണുവിനെ കിലോമീറ്ററുകൾ അകലെയുള്ള ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. PV കുട്ടൻ, കോഴിക്കോട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാനേജ്മെന്റ് കുറ്റക്കാരാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥും പ്രതികരിച്ചു. നെഹ്റു കോളേജിലുണ്ടായ സംഭവം ഏതായാലും വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. അതിദാരുണമായൊരു സംഭവമാണ്. ഒരിക്കലും കേരളത്തിൽ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായ വിവരം അറിയാൻ KT ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെയും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. എത്രയും വേഗം റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് വിശകലനം ചെയ്തിട്ട് ആരാണോ അതിൻ്റെ കുറ്റക്കാർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുക്കും. ഇനി ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഒരു കോളേജിലും ആവർത്തിക്കാതിരിക്കത്തക്ക സേഫ്റ്റി മെഷേഴ്സ് സംസ്ഥാന സർക്കാർ എടുക്കും. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള മറ്റ് കോളേജുകളിലും വിദ്യാർത്ഥി പീഡനം നിത്യസംഭവമെന്ന് തുറന്നു പറഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥി. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ലക്കിടി ജവഹർലാൽ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പഠിച്ച എറണാകുളം സ്വദേശിയാണ് പീപ്പിൾ ടി.വിക്ക് മുന്നിൽ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. കോളേജുകളിൽ ഇടിമുറിയുണ്ടെന്നും ഗുണ്ടാവിളയാട്ടം വ്യാപകമാണെന്നും പൂർവ്വ വിദ്യാർത്ഥി അടിവരയിടുന്നു. താൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് വീട്ടുകാരെ ഓർത്തിട്ടാണെന്നും യുവാവ് പറയുന്നു. മോനെ, അവർക്ക് പണവും പിടിപാടുമുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. എൻ്റെ മകനെ അപായപ്പെടുത്തുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട് എന്ന ഒരമ്മയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥിയുടെ പേരും മുഖവും ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. സെയിം മാനേജ്മെൻറ്റിൽ തൊട്ടടുത്തുള്ള കോളേജായ ജവഹർലാലിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ഒരേ മാനേജ്മെൻറ്റ്, ഒരേ ആൾക്കാർ തന്നെ, PRO സഞ്ജിത്ത് തന്നെ, സെക്രട്ടറി കൃഷ്ണദാസ് തന്നെ, ഇവരുടെ ഗുണ്ടായിസത്തിൽ ഇരയായ ഒരാളാണ് ഞാനും. പത്രപരസ്യം കണ്ട് നെഹ്റു കോളേജിൽ അഡ്മിഷന് മുമ്പ് 40,000 രൂപ നൽകി സീറ്റ് ഉറപ്പിച്ചിരുന്നു ഇയാൾ. എറണാകുളത്ത് തന്നെ മറ്റൊരു കോളേജിൽ അഡ്മിഷൻ ശരിയായതിനാൽ അഡ്വാൻസ് എമൗണ്ട് തിരികെ നൽകാൻ പറഞ്ഞപ്പോൾ നെഹ്റു ഗ്രൂപ്പ് നൽകിയ മറുപടി ഇങ്ങനെ: എറണാകുളത്ത് വേറൊരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങോട്ട് മാറാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകൾ ചോദിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണ്, ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് മാറണമെങ്കിൽ 4 കൊല്ലത്തെ മൊത്തം ഫീസ്. എനിക്ക് പ്രോസ്പെക്ടസിൽ എടുത്തു തന്നത്
58,000 രൂപ 75,000 രൂപ ആ റേഞ്ച് ഒരു പൈസ അടയ്ക്കണം. അത്രയും വലിയൊരു എമൗണ്ട് അടയ്ക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ എന്നാണ്. എന്നിട്ട് ഞാൻ 4 ലക്ഷം രൂപ ലോൺ എടുത്ത് ആ കോളേജിൽ പഠിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. പിന്നെ ഉണ്ടായത് ജീവിതത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ട 4 വർഷങ്ങൾ. എൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള 4 കൊല്ലമായിരുന്നു ഞാൻ അവിടെ പഠിച്ച 4 കൊല്ലം. നിസ്സാര കാര്യങ്ങൾക്ക് 5,000 രൂപയോളം ഫൈൻ ഈടാക്കുന്ന കാര്യങ്ങൾ, ഒരു തെളിവുമില്ലാതെ കുട്ടികളെ പിടിച്ച് തല്ലുക. ഈ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇടിമുറിയൊക്കെ അവിടെ ശരിക്കും ഉള്ളതാണ്. എൻ്റെ മുന്നിൽ നിന്ന് ആൾക്കാരെ തല്ലിയിട്ടുണ്ട്, എനിക്കറിയാം. പേരടക്കം ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഫൈനും പലതരത്തിലുള്ള പീഡനങ്ങളും. പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പ്രതികാര നടപടികൾ. സെക്രട്ടറി കൃഷ്ണദാസ് വിളിക്കുന്ന തെറി പുറത്തു പറയാൻ സാധിക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്രട്ടറി കൃഷ്ണദാസിനെയാണ്. അങ്ങനെ വാ തുറന്നാൽ പറയുന്ന വർത്താനം തന്തയ്ക്കും തള്ളയ്ക്കുമാണ്. ഒരു നിസ്സാര കാര്യത്തിന് അച്ഛനും അമ്മയും പറയുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ സ്വയം കുത്തിച്ചാവാൻ തോന്നും. വീട്ടുകാരെ ഓർത്ത് മാത്രമാണ് താൻ ആത്മഹത്യ ചെയ്യാതിരുന്നതെന്നും യുവാവ് പറയുന്നു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു ജിഷ്ണു. പഠിക്കുന്ന കാലത്ത് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി മീറ്റർ കണ്ടെത്തി ജിഷ്ണു വാർത്താമാധ്യമങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. എന്റെ മോനോട് നിങ്ങളെ മക്കളെ പോലൊരു സ്നേഹം കാണിച്ചില്ലല്ലോ. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് നഷ്ടമായത് തന്റെ പ്രിയപ്പെട്ട മകനെയാണ്. ഒരു നാടിന് നഷ്ടമായത് ഭാവിയെ വാർത്തെടുക്കേണ്ട ഒരു എഞ്ചിനീയറെയും. പരീക്ഷയിൽ കോപ്പിയടിച്ചെന്നാരോപിച്ച കോളേജിന്റെ ഇടിമുറിയിലിട്ട് തല്ലിച്ചതച്ച് ജീവനെടുക്കുമ്പോഴും കോഴിക്കോട് നാദാപുരത്തുകാർക്ക് ജിഷ്ണുവിനെക്കുറിച്ച് പറയാൻ 100 നാവാണ്. 10ാം ക്ലാസ്സിലും +2വിലും 80% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ഈ മിടുക്കൻ പേരോട് MIMHSനും ഒരു മുതൽക്കൂട്ടായിരുന്നു. +2വിന് പഠിക്കുമ്പോഴേ ജിഷ്ണു വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. സ്കൂൾ തലത്തിൽ നടന്നിരുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ ജിഷ്ണു പ്രണോയ് ഒന്നാമനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെയാണ് ഒരു റീചാർജ് കൂപ്പണിലൂടെ പ്രവർത്തിക്കുന്ന വൈദ്യുതി ലാഭിക്കുവാനുള്ള മീറ്റർ കണ്ടെത്തി ജിഷ്ണു സമൂഹമാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയത്. ചിലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്കു വേണ്ടി ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയ ഈ കൊച്ചുമിടുക്കൻ സ്കൂളിലും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിക്ക് നഷ്ടമായത് ജിഷ്ണു എന്ന ഒരു വലിയ വാഗ്ദാനത്തെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കോയമ്പത്തൂർ നെഹ്റു കോളേജിലും ഇടിമുറി എന്ന വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. കായിക അധ്യാപകൻ ശെന്തിലിന്റെ മുറിയിൽ വെച്ചാണ് മർദ്ദനമെന്നും കുട്ടികൾ. സർട്ടിഫിക്കറ്റുകൾ പിടിച്ചുവെച്ച് മാനേജ്മെന്റും പീഡിപ്പിക്കുന്നതായി കുട്ടികൾ. ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോയമ്പത്തൂർ നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. PT റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. PT എക്യുപ്മെന്റ്സും PTയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന റൂം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിലുള്ള സ്റ്റുഡൻസിനെ മുഴുവന് അവിടെ കൊണ്ടുപോയി ആ PT റൂമിലിട്ട് അങ്ങേർക്ക് തോന്നുന്നത്ര പോലെ നമ്മളെ മർദ്ദിക്കും. ഇതാണ് PT അതിന്റെ ഒരു ഇടിമുറി, ഇരുട്ടുമുറി, അതുപോലെയാണ് അത്. ഇത് കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പേര് വെളിപ്പെടുത്തരുതെന്ന് നിർബന്ധമുള്ള വിദ്യാർത്ഥിയുടെ വാക്കുകളാണ്. മാനേജ്മെന്റ് ഭീഷണിയാണ് പേര് വെളിപ്പെടുത്താനും പരസ്യപ്രതികരണത്തിനും ഇവർക്ക് തടസ്സം. ശെന്തിലെന്ന PT അധ്യാപകനാണ് ഇവിടുത്തെ ശിക്ഷ നടപ്പാക്കുന്നയാൾ. കുട്ടികളെ ശിക്ഷിക്കാൻ കോയമ്പത്തൂരിലെ നെഹ്റു കോളേജിലും പ്രത്യേകം മുറിയുണ്ട്, ഇരുട്ടുമുറി അഥവാ ഇടിമുറി. വലിയ പ്രതീക്ഷയുമായി ഇവിടെ എത്തുന്ന കുട്ടികളെ മാനേജ്മെന്റും പീഡിപ്പിക്കുന്നതായി കുട്ടികൾ പറയുന്നു. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ കോഴ്സ് കാലാവധി കഴിയാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടില്ല. മറ്റു കോളേജിൽ പ്രവേശനം ഉറപ്പാക്കിയാൽ കോഴ്സ് കാലാവധി തീരുന്നവരെയുള്ള മുഴുവൻ ഫീസും അടയ്ക്കണം. ഓരോരോ കാര്യത്തിലും മെന്റലായിട്ടുള്ള പ്രഷേഴ്സും മെന്റലായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അതൊന്നും വെളിയിൽ വിടുന്നില്ല. എല്ലാം പേടിച്ചിട്ടാണ് വെളിവിടുന്നത്. സമരവും സംഘടനാ സ്വാതന്ത്ര്യവും നിഷേധിച്ച കോളേജിൽ ജിഷ്ണുവിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങിയാണ് ഇന്ന് പ്രതിഷേധം അറിയിച്ചത്. മാനേജ്മെന്റ് നടപടിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. AK ലതീഷ്, പാലക്കാട്. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ട തൃശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ സമൂഹമാധ്യമങ്ങളിലും ട്രോൾ ഗ്രൂപ്പുകളിലും പ്രതിഷേധം വ്യാപകമാകുന്നു. ഒപ്പം കൈരളി പീപ്പിൾ TVക്ക് അഭിനന്ദന പ്രവാഹവും. ട്രോൾ എന്നാൽ കേവലം തമാശ മാത്രമല്ലെന്നും അതിശക്തമായി തന്നെ പ്രതിഷേധിക്കാനുള്ള മാർഗമാണെന്നും തെളിയിച്ചുകൊണ്ടാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധാഗ്നി ആളിക്കത്തുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ട്രോൾ ഗ്രൂപ്പുകളും ജിഷ്ണുവിന് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. പീപ്പിളിന്റെ ജസ്റ്റിസ് ഫോർ ജിഷ്ണു എന്ന ഹാഷ്ടാഗിന് കീഴിലാണ് പ്രതിഷേധ പോസ്റ്റുകൾ. ഷൂസിനും ID കാർഡിനും നൽകുന്ന വില പോലുമില്ലേ സാറേ ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഒരു ട്രോൾ. പാമ്പാടി നെഹ്റു കോളേജിൽ അഡ്മിഷൻ കിട്ടിപ്പോകുന്ന മകനെ അവസാന യാത്രയെന്നോണം നോക്കുന്ന അമ്മയുമുണ്ട് ട്രോളിൽ. പ്രതിഷേധം ഈ വഴിക്ക് നീളുമ്പോൾ മറ്റു മാധ്യമങ്ങൾ മൗനം പാലിക്കുകയും പീപ്പിൾ ഈ വാർത്ത സധൈര്യം നൽകിയതിനെ അഭിനന്ദിക്കുകയുമാണ് ട്രോളുകളിലൂടെ.
ജനതയുടെ ശബ്ദമായി മാറിയ പീപ്പിൾ ടിവിയെ സംവിധായകൻ ആഷിഖ് അബുവും അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്. കൊല്ലം തങ്കശ്ശേരിയിലെ ട്യൂട്ടോറിയൽ കോളേജിലും ഇടിമുറി. തങ്കശ്ശേരിയിലെ ജെനിസിസ് ട്യൂട്ടോറിയൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ക്ലംസൺ എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. കൂട്ട അവധിയെടുത്ത IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തെ കർശനമായി നേരിട്ട് സർക്കാർ. IASകാരുടെ പ്രതിഷേധം ഗൗരവത്തോടെ കാണുന്നുവെന്നും IAS ഉദ്യോഗസ്ഥർക്കെതിരായുള്ള അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം IASകാർ അവധി പിൻവലിച്ച് ജോലിയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആഹ്വാനം ചെയ്ത IAS ഉദ്യോഗസ്ഥരുടെ സമരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടടങ്ങി. ഉന്നയിച്ച ഒരാവശ്യത്തിനും സർക്കാർ വഴങ്ങില്ലെന്ന് ഭരണത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തു പറഞ്ഞതോടെ IASകാർ സമരം പിൻവലിക്കാൻ നിർബന്ധിതരായി. രാവിലെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദന്റെ നേതൃത്വത്തിൽ 8 മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. പോൾ ആന്റണി വിജിലൻസ് കേസിൽ പ്രതിയായതായിരുന്നു IASകാരെ പ്രകോപിപ്പിച്ചത്. വിജിലൻസ് ഡയറക്ടർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു എന്നാണ് IASകാരുടെ പരിവേദനം. പരാതി സശ്രദ്ധം കേട്ട മുഖ്യമന്ത്രി IASകാരുടെ വാദങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിച്ചു. ഒരു കേസിലും സർക്കാരിന് ഇടപെടാനാവില്ലെന്നും നിയമത്തിന്റെ വഴി സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി IASകാരോട് പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് PWD സെക്രട്ടറിയായ TO സൂരജിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇന്ന് കാട്ടിയ സമരമുറ അവലംബിക്കാത്തത് എന്തെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് മൗനമായിരുന്നു IASകാരുടെ മറുപടി. കേസ് ചാർജ് ചെയ്യുമ്പോൾ വികാരമുണ്ടാവുന്നത് സ്വാഭാവികമാണെന്നും സമരം പ്രഖ്യാപിച്ചത് വഴി സർക്കാരിനെ വഴിപ്പെടുത്തി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു. FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത്. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിന് പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കോടതിയും സർക്കാരും തീർപ്പുണ്ടാക്കിയ സംഭവത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പ്രതിഷേധക്കാരോട് സർക്കാർ കർശനമായി പ്രതികരിച്ചതോടെ സമരവും അവധിയും പിൻവലിക്കുന്നതായി IAS ഭാരവാഹികൾ സർക്കാരിനെയും അറിയിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവശ്യപ്പെട്ടു. ജേക്കബ് തോമസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സംവിധായകൻ കമലിനെതിരെ BJP നേതാക്കൾ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നും സാക്ഷി മഹാരാജ് ആകാനാണ് കേരളത്തിലെ BJP നേതാക്കൾ ശ്രമിക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് ഇന്നുള്ള വിജിലൻസ് സംവിധാനത്തെക്കാൾ വ്യത്യസ്തമായി ഒരു സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ആർക്കെതിരെ ആരോപണം വന്നാലും അന്വേഷിക്കണം. ആരോപണത്തിന് അല്ലെങ്കിൽ അഴിമതിക്ക് കക്ഷിബന്ധമല്ല. അഴിമതി ആരോപണം ആർക്കെതിരെ വന്നാലും അന്വേഷിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇത്രയേറെ കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായ സാഹചര്യമാണ്. ഇതുപോലെ IAS ഉദ്യോഗസ്ഥന്മാർ പ്രതിഷേധിക്കുന്ന ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. താല്പര്യമില്ലെങ്കിൽ സംവിധായകൻ കമൽ രാജ്യം വിടണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണന്റേതാണ് ആവശ്യം. കേരളത്തിൽ നിന്നും ചെഗുവേരയുടെ ചിത്രം മാറ്റണമെന്നും AN രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സംവിധായകൻ കമലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യം വിട്ടു പോവേണ്ട ആളാണ് കമലെന്നും രാജ്യതാൽപര്യം സംരക്ഷിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ കമൽ രാജ്യം വിടണമെന്നും BJP ആവശ്യപ്പെടുന്നു. SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കമലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറഞ്ഞു. കമൽ എന്ന് പറയുന്ന ആരായി? എനിക്ക് തോന്നുന്നു SDPI പോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കമലിന്റെ ബോർഡ് ചെയർമാന്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല, രാജ്യം വിട്ടു പോകേണ്ടവരാണ്. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അടിയന്തരമായി ചെഗുവേരയുടെ ചിത്രം നീക്കം ചെയ്യണം.
കഞ്ചാവ് വലിച്ചു നിൽക്കുന്ന ചെഗുവേര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുവെന്നും സമാധാനം ഉണ്ടാവണമെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നും ചിത്രം എടുത്തുമാറ്റണം എന്നുമാണ് BJPയുടെ കണ്ടെത്തൽ. കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും കഞ്ചാവ് വലിച്ചിരിക്കുന്ന ചെഗുവേരയുടെ ഫോട്ടോ അടിയന്തരമായി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അരക്ഷിതാവസ്ഥയും അരക്ഷിത ബോധവും അരാജകത്വവും സൃഷ്ടിക്കുന്ന ഫോട്ടോകൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ചെഗുവേരയുടെ ചരിത്രം അറിയാത്തവരാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നതെന്നും സ്റ്റാലിനും ഹിറ്റ്ലർക്കും മുസോളിനിക്കും ഒപ്പമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെട്രോൾ പമ്പുകളിൽ നിന്നും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കുന്നതിന് അധിക തുക നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിന് ശേഷം പെട്രോളിയം സഹമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നത് ഉപഭോക്താക്കൾക്കും പമ്പുടമകൾക്കും അധിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂരിലെ നക്സൽ വേട്ട ദൗർഭാഗ്യകരമായി പോയെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഒളിപ്പോര് നടത്തുന്നവരെ വെടിവെച്ച് കൊല്ലുകയല്ല സർക്കാർ ചെയ്യേണ്ടതെന്നും MA ബേബി വ്യക്തമാക്കി. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ ശാസ്ത്രീയമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തി മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നും MA ബേബി പറഞ്ഞു. പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം കേസരി ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പൂർണ്ണ പാരിസ്ഥിതിക സാക്ഷരതയിലേക്ക് കേരളത്തെ ഉയർത്തണമെന്നാവശ്യപ്പെട്ട CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അതിരപ്പള്ളി പദ്ധതി വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പരിസ്ഥിതി ആഘാത പഠനം നടത്തുക അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ, ആ ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. മന്ത്രിസഭയിൽ മന്ത്രിമാർ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായാൽ രാജിവെക്കും. മന്ത്രിമാരായ MM മണിയും മേഴ്സിക്കുട്ടിയമ്മയും രാജിവെക്കേണ്ട സാഹചര്യമുണ്ടെന്ന് CPMO LDFO കരുതുന്നില്ലെന്നും MA ബേബി കേസരിയിലെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. പോലീസിന്റെ നക്സൽ വേട്ടയെക്കുറിച്ച് MA ബേബി പ്രതികരിക്കാതിരുന്നില്ല. ഇന്ത്യയെ പോലൊരു രാജ്യത്തും കേരളത്തെ പോലൊരു സംസ്ഥാനത്തും എന്ത് തരത്തിലുള്ള സമര പാതയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് ഇതാണ് ശരി, അതുകൊണ്ട് നിങ്ങളെല്ലാം ആയുധം ഉപേക്ഷിച്ചിട്ട് വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആജ്ഞാപിക്കാൻ കഴിയില്ല. പക്ഷെ അവർ ആത്മപരിശോധന നടത്തണം ലോകത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്. എന്തായാലും ഇവിടെ നടന്നത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നിലമ്പൂരിൽ. അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നവരുടനെ പോയി വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ല ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള സമീപനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമീപനവുമല്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സൈക്കിൾ ചിഹ്നത്തിൽ അവകാശവാദം ഉന്നയിച്ച് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ക്യാമ്പിന് വേണ്ടി രാംഗോപാൽ യാദവും വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. അതേസമയം അഖിലേഷുമായി പ്രശ്നങ്ങളില്ലെന്നും ഒരാൾ മാത്രമാണ് പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും രാംഗോപാൽ യാദവിനെ ലക്ഷ്യം വെച്ച് മുലായം സിംഗ് യാദവ് പറഞ്ഞു. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാംഗോപാൽ യാദവിന്റെ രാജ്യസഭാംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുലായം രാജ്യസഭാ ചെയർമാന് കത്തയച്ചു. സമാജ്വാദി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ സൈക്കിളിന് വേണ്ടിയുള്ള അവകാശ തർക്കം തുടരുകയാണ്. ഔദ്യോഗിക ചിഹ്നത്തിന് അവകാശം താൻ അധ്യക്ഷനായ സമാജ്വാദി പാർട്ടിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായാണ് മുലായം സിംഗ് യാദവ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. മുലായത്തിന്റെ അടുത്ത അനുയായികളായ ശിവ്പാൽ യാദവും അമർ സിംഗും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അഖിലേഷിന് വേണ്ടി രാംഗോപാൽ യാദവ് സമർപ്പിച്ച രേഖകളുടെ ആധികാരികത പരിശോധിക്കണമെന്ന് മുലായം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. മുലായം അടങ്ങിയതിന് തൊട്ടു പിന്നാലെ രാംഗോപാൽ യാദവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനെത്തി. അഖിലേഷിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഔദ്യോഗിക പക്ഷമെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകാതെ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാംഗോപാൽ യാദവ് പറഞ്ഞു. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാംഗോപാൽ യാദവിന്റെ രാജ്യസഭാംഗത്വം റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുലായം സിംഗ് യാദവ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ഹമീദ് അൻസാരിക്ക് കത്തയച്ചു. മകനുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നുമാണ് മുലായം സിംഗ് യാദവ് ആവർത്തിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇരുവിഭാഗവും ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നം ആർക്കും അനുവദിക്കാതെ മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് കമ്മീഷൻ കടന്നേക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M സന്തോഷ്. സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്ത മുഖമുദ്രയാക്കിയ ICL ഗ്രൂപ്പിന്റെ ഫാഷൻ രംഗത്തെ ആദ്യ കാൽവയ്പായ സ്നോവ്യൂ ടെക്സ് കളക്ഷൻസ് ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ താരങ്ങളായ ഗായത്രി അരുണും സ്നേഹയും ചേർന്ന് നവീകരിച്ച സ്നോവ്യൂ ടെക്സ് കളക്ഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ICL ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KG അനിൽകുമാറും CEO ഉമാ അനിൽകുമാറും ചേർന്ന് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു.
കൈരളി ടിവിയിലെ ജനപ്രിയ പരമ്പര കാര്യനിസ്സാരം 1000 എപ്പിസോഡുകൾ പിന്നിട്ടതിന്റെ ആഘോഷം തിരുവനന്തപുരം നടന്നു. കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാര്യനിസ്സാരത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യത്യസ്ത ആനുകാലിക വിഷയങ്ങളെ കുടുംബ പശ്ചാത്തലത്തിൽ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു പരമ്പര 1000 അധ്യായങ്ങൾ പിന്നിടുന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായാണ്. കൈരളി ടിവിയിലൂടെ പുതിയ ചരിത്രം കുറിച്ചതിന്റെ ആഘോഷത്തിലായിരുന്നു കാര്യം നിസ്സാരത്തിന്റെ അണിയറ പ്രവർത്തകർ. ടെലിവിഷൻ താരങ്ങളുടെ സംഘടന ആത്മയുടെ പ്രസിഡന്റും എം.എൽ.എയുമായ കെ.ബി. ഗണേഷ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാര്യം നിസ്സാരത്തെ പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അനീഷ് രവിയും അനു ജോസഫും കിഷോറും സംവിധായകൻ ഉണ്ണി ചെറിയാനും സന്തോഷം പങ്കുവച്ചു. ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ നിൽക്കുകയാണ്. കൈരളി ടി ടെക്നിക്കൽ സീനിയർ ഡയറക്ടർ എം വെങ്കിട്ടരാമൻ, പ്രോഗ്രാംസ് ഡയറക്ടർ പി.ഒ. മോഹനൻ എന്നിവർ കാര്യം നിസ്സാരം ടീമിന് ആശംസകൾ അറിയിച്ചു. പരമ്പരയുടെ നിർമ്മാതാക്കളായ PMI പ്രൊഡക്ഷൻസ് മാനേജിംഗ് ഡയറക്ടർ അജയ് പട്ടാടിയ, ദക്ഷിണേന്ത്യൻ മേധാവി കാലടി ജയൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. കാര്യം നിസ്സാരത്തിന്റെ അണിയറ പ്രവർത്തകർക്കും കൈരളി TV പ്രതിനിധികൾക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലോത്സവത്തിനെത്തുന്ന അതിഥികളെ ഇത്തവണയും പഴയിടത്തിന്റെ രുചിക്കൂട്ടുകൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. 7 തരം തൊട്ടുകറികളും 7 തരം പായസവും ഒരുക്കിയാണ് പഴയിടം ഊട്ടുപുരയിൽ ആതിഥ്യമരുളുക. വിരുന്നൂട്ടാൻ കലോത്സവത്തിന്റെ ഊട്ടുപുരയും ഒരുങ്ങുകയാണ്. 1 ലക്ഷത്തിലേറെ അതിഥികളെ പ്രതീക്ഷിച്ചുള്ളതാണ് ഊട്ടുപുര. കലോത്സവ നഗരികളിലെ നളപാചക കൈപുണ്യമായ പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാവും ഇത്തവണയും കലോത്സവത്തിന് രുചി പകരുക. 110 തൊഴിലാളികളാണ് പാചകപുരയിൽ ഉണ്ടാവുക. ആവശ്യത്തിന് പച്ചക്കറികൾ വാങ്ങുന്നതിന് പുറമെ ജില്ലയിലെ വിദ്യാർത്ഥികൾ ഒരാൾ 1 പച്ചക്കറി വീതം കലോത്സവത്തിനായി കൊണ്ടുവരും. തേങ്ങയും ഇങ്ങനെ എത്തിക്കും. ഈ സാധനങ്ങളുമായി 13-നും 16-നും കലവറ വണ്ടികൾ കലവറയിലെത്തും. ഒരേ സമയം 3000 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമാണ് ലഭ്യമായിട്ടുള്ളത്. കുറെ കൂടി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കണമെന്നാണ് ഭക്ഷണ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. യാതൊരുവിധ പരാതിക്കും ഇട നൽകാത്ത വിധം എല്ലാവർക്കും മതിയായ നിലയിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഭക്ഷണ കമ്മിറ്റി ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 110 തൊഴിലാളികളാണ് പാചകപ്പുരയിൽ ഉണ്ടാവുക. രാവിലെ ചായക്കൊപ്പം ഉപ്പുമാവ്, പയർ, പുട്ടും കടലയും, വീശപ്പവും സ്റ്റൂവും, ഇഡലി, സാമ്പാർ എന്നിവയും, ചോറിനൊപ്പം സാമ്പാറും രസകാളനും, കൂട്ടുകറി, തോരൻ, പച്ചടി, കിച്ചടി, അച്ചാർ തുടങ്ങി 7 തൊടുകറികളും അമ്പലപ്പുഴ പായസമടക്കം 7 തരം പായസവുമൊക്കെയാവും അതിഥികളെ വിരുന്നൊട്ടുക. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.